ഇപ്പോൾ ഇടുക്കിയിലെ കാട്ടാനയുടെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇടുക്കിയിൽ വീണ്ടും കാട്ടാനയെ കണ്ടു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സൂര്യനെല്ലിയ ഭാഗത്താണ് ദൃശ്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. കാട്ടാനക്കലിയിൽ ഇന്നൊരു ജീവൻ പൊലിഞ്ഞിരുന്നു. ഈ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ മറ്റൊരു കാട്ടാനയെ കണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സൂര്യനെല്ലിയിലാണ് കാട്ടാനയെ കണ്ടത്. ഇന്നിപ്പോൾ ഒരു ജീവനാണ് പൊലിഞ്ഞത്. വീണ്ടും കാട്ടാനക്കലിയിൽ സൂര്യനെല്ലിയിലാണ് യുവതിയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. തിരുവള്ളൂർ ഉന്നതിയിലെ മാരിയാണ് ഇന്നിപ്പോൾ കൊല്ലപ്പെട്ടത്. കുട്ടിയെയും കൊണ്ട് സ്കൂളിൽ പോകുന്നതിനിടയ്ക്കാണ് ഈ ആക്രമണം ഉണ്ടാവുകയും മാരിക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. ഇതിൽ ഇളയ കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. രാഹുൽ സുരേഷുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രാഹുൽ, ഇതിപ്പോൾ കാട്ടാനയെ കണ്ടിരിക്കുന്നത് എവിടെയാണ് പ്രദേശം? ഇന്നിപ്പോൾ കാട്ടാനക്കലി ഉണ്ടായ കാട്ടാന ജീവനെടുത്ത ആ പ്രദേശത്ത് തന്നെയാണോ വീണ്ടും കാട്ടാനയെ കണ്ടിരിക്കുന്നത്? ശ്രുതി, രാവിലെ നമ്മൾ കാട്ടാനാക്രമണം ഉണ്ടായ സ്ഥലം അത് റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വനം വകുപ്പ് സംഘം ഈ കാട്ടാനയെ തുരത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നതിന് ഏതാണ്ട് ഒരു 200 മീറ്റർ അടുത്താണ് കാട്ടാനയുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കാണുന്നത് ആ മരങ്ങൾക്കിടയിൽ കാണുന്നതാണ് കാട്ടാന. ഒന്നിലധികം കാട്ടാനകളുണ്ട്. കാട് മറഞ്ഞു നിൽക്കുന്നതിനാൽ അത്ര വ്യക്തമായൊരു ദൃശ്യമല്ല, എങ്കിൽ കൂടി കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ കാണുന്ന കാട്ടാന തന്നെയാണ് രാവിലെ മാരിയെ ചവിട്ടി കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം വനമേഖലയിലേക്ക് കുറച്ചു ദൂരം പോയിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് വീണ്ടും സൂര്യനെല്ലി ടൗണിനടുത്തേക്ക് കാട്ടാന എത്തിയിരിക്കുന്നത്. സൂര്യനെല്ലി ടൗണും ഈ കാട്ടാന നില ഉറപ്പിച്ചിരിക്കുന്ന സ്ഥലവും തമ്മിൽ ഏതാണ്ട് ഒരു 500 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഈ സൂര്യനെല്ലി ടൗണിലേക്ക് വീണ്ടും എത്താനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വനംവകുപ്പ് RRT സംഘം പടക്കം പൊട്ടിച്ചുകൊണ്ട് ആനയെ തുരത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രധാന പാതയാണ്. പ്രധാന പാതയോട് ചേർന്നുള്ള പുൽമേടുണ്ട്. ആ പുൽമേടുകൾക്ക് നടുവിലാണ് ഇപ്പോൾ കാട്ടാന നില ഉറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പടക്കം പൊട്ടിച്ച് കുറേയധികം നേരമായി ഈ കാട്ടാനയെ തുരത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് ഇതുവരെയും ഫലം കണ്ടിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കുറച്ചു നേരമായി തീറ്റ പുല്ലുൾപ്പെടെ തിന്നുകൊണ്ട് ആ പ്രദേശത്ത് തന്നെ നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മാരിയെ ചവിട്ടിക്കൊലപ്പെടുത്തിയ അതേ കാട്ടാന തന്നെയാണ് ഇതെന്നാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ചെറിയൊരു കുഞ്ഞ്, കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുഞ്ഞ് ആനയും കൂടി അതിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ 2 ആനകളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ സമയങ്ങളായി സൂര്യനെല്ലി ടൗണിന് സമീപമുള്ള പുൽമേട്ടിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ടൗണിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. ടൗണിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പടക്കം പൊട്ടിച്ച് ആനയെ തുരത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാറുണ്ട്, വീണ്ടും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, കോടമഞ്ഞ് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്നും ഈ പ്രദേശത്ത് നിന്നും കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ എടുത്തു പറയുന്ന കാര്യം തൊട്ട് താഴേക്ക് ഇതിനെ ഓടിച്ചാൽ മാത്രമാണ് രക്ഷയുള്ളൂ. ഇതിപ്പോൾ ചേട്ടാ, ഇപ്പോൾ ഈ ആനയെ ഇങ്ങോട്ട് താഴ്ഭാഗത്തേക്ക് ഓടിക്കാനാണോ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് ഇവർ ആറാറ്റുകാർ വേണം അത് നോക്കാനായിട്ട്. ഇത് എങ്ങോട്ടാണ് ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നടന്നേക്കുന്ന മരണം സംഭവിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകും. അവിടേക്കാണ് തിരിച്ചു പോയിട്ട് അതിന് പോകുന്ന വഴിക്ക് അത് തിരിച്ച് സ്ഥലത്തേക്ക് പോകാനാണ് അതുങ്ങളുടെ ശ്രമങ്ങൾ. നമ്മൾ പടക്കം പൊടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് യാതൊരു പുണ്യവുമില്ല. അത് വനമേഖല എന്ന് പറയുന്നത് താഴ്ഭാഗത്ത് തന്നെയാണ്. അതായത് ആനേറങ്കൽ ഡാമിന്റെ ആ ഭാഗത്തേക്കാണ് ഇത് പോകേണ്ടത് അല്ലേ? അതെ, ചിന്നക്കനാല് നമ്മളെ വിലക്ക് ഭാഗത്താണ് പോകേണ്ടത്. ഭാഗത്ത് വനമേഖലയില്ല അല്ലേ? ഭാഗത്ത് ഹാരിസന്റെ മലയാളം പ്ലാന്റേഴ്സിന്റെ പ്ലാൻ തേയിലത്തോട്ടമാണ്. ഇതിപ്പോൾ നിൽക്കുന്നതും ഹാരിസന്റെ അവരുടെ കൈവശത്തിലുള്ളതാണ്. ഇവിടെ മുറിച്ച് കടന്നിന് മുന്നോട്ട് കിടക്കുന്നത് ബാക്കി സ്ഥലത്തേക്ക് സിങ്ങാണ്ടോന്ന് ഭാഗത്താണ്. ശ്രുതി, ഈ നാട്ടുകാരാണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ ഇതിന് കുറച്ചപ്പുറത്ത് ഏതാണ്ട് ഒരു 300 മീറ്റർ അപ്പുറത്താണ് പ്രധാന റോഡ് വരുന്നത്. ആ റോഡ് മുറിച്ച് കടന്ന് രാവിലെ ഈ മാരിയെ കൊലപ്പെടുത്തിയ സ്ഥലം പിന്നിട്ട് താഴേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന മാറി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. തൊട്ട് താഴ്ഭാഗത്താണ് ഈ മാരിയെ കൊലപ്പെടുത്തിയതിന് താഴ്ഭാഗത്ത് തന്നെയാണ് ഡാമൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഡാമിന്റെ പരിസരത്തേക്ക് ഈ കാട്ടാനയെ തുരത്തേണ്ടി വരും എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനവാസ മേഖലയാണ്. നിരവധി വിനോദസഞ്ചാരികൾ അടക്കം എത്തുന്ന സൂര്യനെല്ലി മേഖലയാണ്. ആ പ്രദേശത്തിനടുത്താണ് ഇപ്പോൾ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനംവകുപ്പ് കുറെ നേരമായി പടക്കം പൊട്ടിച്ചുകൊണ്ട് തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ആന അവിടെ നിന്നും ഒരടി മുന്നോട്ട് വെക്കാൻ
തയ്യാറാകുന്നില്ല. തീറ്റ തിന്നുകൊണ്ടും അല്ലാതെയൊക്കെ അവിടെ തന്നെ ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. അത്യാവശ്യം ഉൾപ്പുള്ള ഒരു കുട്ടി ആനയ്ക്കൊപ്പമാണ് ഈ ആന ഇതേ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്നത്. രാവിലെയെല്ലാം നമ്മൾ കണ്ട ആളുകളുടെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാന എത്തുന്നത് തടയാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് വലിയ രീതിയിൽ ആളുകൾ പ്രതിഷേധ സ്വരത്തിലൂടെ പറയുകയും ചെയ്തതാണ്. എന്തായാലും മാരിയെ കൊലപ്പെടുത്തിയ അതേ കാട്ടാന തന്നെയാണ് ഇപ്പോൾ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. ആളുകളെല്ലാം വലിയ രീതിയിൽ ഭീതിയിലാണ്. ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. വിനോദസഞ്ചാരികളടക്കം എത്തുന്ന ഒരു സമയം കൂടിയാണ്. അതുകൂടാതെ വൈകുന്നേര സമയങ്ങളിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിൽക്കുന്നതിന് തൊട്ടടുത്താണ് ഹാരിസന്റെ തേയില പ്ലാന്റേഷൻ ഉള്ളത്. അവിടെ ആളുകൾ ജോലി എടുക്കുന്നുണ്ട്. അപ്പോൾ ജനവാസ മേഖലയിൽ നിന്നും എത്രയും വേഗം കാട്ടാനയെ തുരത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് വനംവകുപ്പിന് ചെയ്യാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. പലതവണ പടക്കം പൊട്ടിച്ചിട്ടും ആന ഇവിടെ നിന്നും പിൻവാങ്ങുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനിയിപ്പോൾ മുന്നോട്ട് നീങ്ങിയാൽ കൂടി പ്രധാന പാത മുറിച്ചു കടന്നു വേണം ഈ ആനയിറങ്കൽ ഡാമിന്റെ ഭാഗത്തേക്ക് ഈ ആനയ്ക്ക് പോകാൻ. ശ്രുതി, രാഹുൽ, എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതാണ്? കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അവർ ആശങ്കയിലാണ് ജീവിക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതിനെ ആക്കം കൂട്ടുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവം കൂടി ഉണ്ടാകുന്നത്. അതും സ്കൂളിലേക്ക് പോകുമ്പോൾ, കുട്ടിയെ കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുകൂടിയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പോലും ആളുകൾ ഭയപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ കാട്ടാന വരുന്നത് ആശങ്കപ്പെടുത്തുന്നതുമാണ്. ഇപ്പോൾ ഈ കാട്ടാനയെ തുരത്താൻ, അതിപ്പോൾ എങ്ങോട്ട് തുരത്താനുള്ള ഒരു ശ്രമം എങ്ങനെയാണ്? RRT സംഘം ഈ പടക്കം പൊട്ടിച്ചടക്കം മുന്നോട്ട് പോയില്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി RRT സംഘത്തിന്റെ നീക്കം എന്താണ്? ഒപ്പം ഈ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട അടക്കം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ സമീപത്തൊക്കെ കൊടുത്തിട്ടില്ലേ? അത് ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ RRTയുടെ ഭാഗത്തു നിന്ന് നൽകുകയും ചെയ്തിരുന്നു. മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വാട്സപ്പിലൂടെ ആളുകൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുക എന്നുള്ളത് മാത്രമാണ് ഏക പോം വഴി. പല ആളുകൾക്കും വാട്സപ്പോ ഫോണോ ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾ അധിവസിക്കുന്ന മേഖലയാണ്. പല ആളുകളും രാവിലെ ജോലിക്കൊക്കെ പോകുന്നതാണ്. സാധാരണ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് പലപ്പോഴും ഈ വനം വകുപ്പ് നൽകുന്ന സന്ദേശങ്ങൾ ആളുകൾ കാണാറില്ല, കേൾക്കാറില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനിടയിലാണ് ഇപ്പോൾ ജനവാസ മേഖലയിൽ കാട്ടാന തുടരുകയും ചെയ്യുന്നത്. വനംവകുപ്പ് പറയുന്നത് വാട്സപ്പിലൂടെ സന്ദേശം നൽകിയിട്ടുണ്ട്, ഇവിടെ കാട്ടാന ഉണ്ടെന്നുള്ള സന്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ എത്ര ആളുകൾ കണ്ടു, എത്ര ആളുകൾ അറിഞ്ഞു എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ വനം വകുപ്പിനെ അല്ലെങ്കിൽ RRT സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് പടക്കം പൊട്ടിച്ച് ഇതിനെ തുരത്തുക എന്നുള്ളത് മാത്രമാണ്. മറ്റ് മാർഗങ്ങൾ അവരുടെ കയ്യിലില്ല, മറ്റ് സംവിധാനങ്ങൾ അവരുടെ കയ്യിലില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാട്ടാനയെ ഓടിക്കാൻ വേണ്ടി പലപ്പോഴായി ഇടവേളകളിൽ അവരുടെ കയ്യിലിരിക്കുന്ന പടക്കം പൊട്ടിച്ച് ആ കാട്ടാനയുടെ സമീപത്തേക്ക് എറിയും. ആ ശബ്ദം കേട്ട് കാട്ടാന സ്വയം പിൻവാങ്ങണം എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. മറ്റ് നിർവാഹം അവരുടെ കയ്യിലില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് പോംവഴിയില്ല. സർക്കാർ അവർക്ക് നൽകിയിരിക്കുന്നത്, ഈ RRT സംഘത്തിന് നൽകിയിരിക്കുന്നത് ഈ പടക്കം മാത്രമാണ്. അത് പൊട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനാവുകയുള്ളൂ. അതേസമയം ആളുകളെല്ലാം വലിയ രീതിയിൽ ആശങ്കയിലാണ്. ജനവാസ മേഖല തൊട്ടപ്പുറത്ത് ഈ മാരിയെ കൊലപ്പെടുത്തിയ ആ സമീപത്ത് തന്നെ മുമ്പ് നമ്മൾ ഒരാളുടെ പ്രതികരണം കേട്ടത്, അദ്ദേഹം 7 മണിയോടുകൂടി ബൈക്കിൽ ഒരു വയോധികയുമായി വരികയായിരുന്നു. തൊട്ട് മുമ്പിൽ വന്നത് കാട്ടാനയുടെ നേരെ മുന്നിലേക്കാണ്. ഈ കാട്ടാനയുടെ മുന്നിലേക്കാണ് അദ്ദേഹം വന്നു പെട്ടത്. പക്ഷേ ആനയെ കണ്ടതോടുകൂടി ബൈക്ക് അവിടെ ഉപേക്ഷിച്ച ശേഷം തിരികെ ഓടുകയായിരുന്നു. ആ വയോധികയും ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് അവർ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ സുധീഷ് എന്നുള്ള ഒരു പ്രദേശവാസിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നമ്മളോട് പറയുകയായിരുന്നു. അതിന് പിന്നാലെ സംഭവം അറിയാതെ എത്തിയ ഈ മാരിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. സുധി മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാർത്ഥിയെ സുരക്ഷിതമായി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. ആ സുരക്ഷിതമായി വിദ്യാർത്ഥിയെ കൊണ്ടുവരുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും മാരി കൊല്ലപ്പെടുകയും ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ഇപ്പോഴും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മാരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ആ നടപടികൾ പുരോഗമിക്കുകയാണ്. ആളുകൾ പ്രതിഷേധിക്കാനുള്ള തയ്യാറെടുപ്പ് വീണ്ടും എടുക്കുകയാണ്. കാരണം ചർച്ചയൊക്കെ അല്പസമയത്തിനുള്ളിൽ ചിന്നക്കനാൽ പഞ്ചായത്തിൽ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. DFO സംഭവ സ്ഥലത്തേക്ക് കോതമംഗലത്ത് നിന്നും അല്പസമയത്തിനുള്ളിൽ പുറപ്പെടുകയും ചെയ്യും. ഏതാണ്ട് ഇപ്പോൾ ഒരു സമയം കണക്കാക്കുകയാണെങ്കിൽ ഒരു 4 മണിയോട് കൂടിയൊക്കെ ആയിരിക്കും ആ ചർച്ച നടക്കാൻ പോവുക. ആ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ കാട്ടാന ജനവാസ മേഖലയിൽ തുടരുന്നതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം ആളുകൾ ഒരു ജീവൻ നഷ്ടപ്പെട്ട ആ വേദനയോടുകൂടിയാണ് നിൽക്കുന്നത്. കാട്ടാന ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ പ്രതിഷേധം ഒരുപക്ഷെ തണുത്തേനെ. പക്ഷെ വീണ്ടും ജനവാസ
മേഖലയ്ക്കടുത്ത് ഈ കാട്ടാന എത്തിയത് ആളുകളെയും ഭീതിയിൽ ആഴ്ത്തുന്നതിനൊപ്പം തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്രയും നേരമായി നമ്മളിപ്പോൾ ഈ ലൈവ് ആരംഭിച്ചിട്ട് തന്നെ ഏതാണ്ട് ഒരു 10 മിനിറ്റിലധികമാവുകയാണ്. ആ ആന അതേ സ്ഥലത്ത് നിന്നും ഒരടി പോലും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. പലതവണ RRT സംഘം പടക്കം പൊട്ടിച്ച് നോക്കിയെങ്കിലും ആന അവിടെ നിന്നും നീങ്ങാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആന നിൽക്കുന്നതിന് വലതുഭാഗത്ത്, അതായത് ദൃശ്യത്തിന്റെ വലതുഭാഗത്താണ് ഈ തേയിലത്തോട്ടം ഉൾപ്പെടുന്നത്. ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയാണ്, അവിടെയാണ് തേയിലത്തോട്ടം ഉൾപ്പെടുന്നത്. അവിടെ ആളുകൾ ജോലി എടുക്കുകയും ചെയ്യുന്നുണ്ട്. തൽക്കാലം ആളുകളോട് ജോലിയിൽ നിന്നും മാറണം, ഇപ്പോൾ ജോലി ചെയ്യാൻ പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തോട്ടം തൊഴിലാളികൾ താൽക്കാലികമായി അവിടെ നിന്നും മാറിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിന് തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം പുറകു ഭാഗത്ത് നിരവധി കോട്ടേഴ്സുകൾ ഉൾപ്പെടെ ഉണ്ട്. വിനോദസഞ്ചാരികൾ ഈ കൊളുക്കുമലയിലേക്കൊക്കെ പോകുന്ന റോഡ് കൂടിയാണ് തൊട്ടപ്പുറത്ത് കാണുന്നത്. മരങ്ങൾ നിൽക്കുന്നതിനാൽ ആ വഴി കാണാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഒരു 200 മീറ്റർ അപ്പുറത്തോടെയാണ് കൊളുക്കുമലയ്ക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയുള്ളത്. സൂര്യനെല്ലിയിൽ നിന്നും കൊളുക്കുമലയിലേക്ക് പോകുന്ന പാതയൊക്കെ ഇതേ സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ സാധാരണ ടൗണിന്, സൂര്യനെല്ലി ടൗണിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ കുറേ നേരമായി കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്, നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു കുട്ടിയും കൂടിയുണ്ട് അതിൻ്റെ തൊട്ടടുത്ത്. അങ്ങനെ 2 കാട്ടാനകളാണ് കഴിഞ്ഞ കുറേ സമയമായി ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്ത്, സൂര്യനെല്ലി ടൗണിന് തൊട്ടടുത്ത് ഈ കാണുന്ന പുൽമേട്ടിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴെന്തായാലും വനം വകുപ്പ് ഈ പടക്കം പൊട്ടിക്കുന്ന ശ്രമങ്ങളിൽ നിന്നും അല്പം മാറിയിട്ടുണ്ട്. ഇനി എന്തായാലും ആന സ്വയമേ അവിടെ നിന്നും പിൻവാങ്ങുമോ പോകുമോ എന്ന നിരീക്ഷ ശേഷമായിരിക്കും അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുക. എന്തായാലും വീണ്ടും ആളുകൾക്ക്, പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതേ പ്രദേശത്ത് കാട്ടാൻ എത്തി എന്നുള്ള സന്ദേശം വാട്സപ്പിലൂടെ സൂര്യനെല്ലിയിൽ വാരിയെ കൊലപ്പെടുത്തിയ കാട്ടാനയാണ് അത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. യുവതിയെ ഇന്ന് കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ഈ ആനയെ ഇപ്പോൾ തുരത്താനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ ഇതുവരെയും അത് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും നേരമായിട്ടും അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് RTO. പക്ഷേ ഇത് ഇത്രയും നേരമായിട്ട് അത് അനങ്ങിയിട്ടില്ല, അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ആ ശ്രമം തുടരുകയാണ്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.